വീണ്ടും മദ്രസ പഠനത്തിനെതിരെ ആഞ്ഞടിച്ച് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. മുല്ലമാരും മൗലവിമാരും അല്ല ഇന്ത്യക്ക് വേണ്ടത്, എഞ്ചിനീയർമാരും ഡോക്ടർമാരുമാണ് ഇന്ത്യക്ക് ആവശ്യമെന്ന് യോഗി ആദിത്യനാഥ്. മദ്രസ വിദ്യാഭ്യാസത്തിനെതിരെയുള്ള നിലപാട് ഒന്നുകൂടി വ്യക്തമാക്കിയിരിക്കുകയാണ് യോഗി ആദിത്യനാഥ്. ഉത്തർപ്രദേശിൽ മദ്രസകൾ നിലവാരമുള്ളതാക്കി തീർക്കാൻ യോഗി സർക്കാർ പലപ്പോഴായി സ്വീകരിച്ച നടപടികൾ എന്നും മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ്. യുപിയിലെ മദ്രസകൾ പലപ്പോഴും വ്യത്യസ്തമാണ്, പല കാരണങ്ങളാൽ. അതിന് കാരണമാകുന്നത് യോഗിയുടെ ഇത്തരത്തിലുള്ള കണിശം നിറഞ്ഞ ചില തീരുമാനങ്ങളാണ്. യുപിയിലെ മദ്രസ വിദ്യാർത്ഥികളിൽ രാജ്യസ്നേഹം നിറയ്ക്കാൻ അദ്ദേഹം എടുത്ത തീരുമാനം വളരെ ശ്രദ്ധേയമായിരുന്നു. യോഗി സർക്കാർ മതത്തിന്റെ പേരിൽ ഒരാളുടെയും വികാരം വ്രണപ്പെടുത്താതെയാണ് പല നീക്കങ്ങളും നടത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ്, മാതൃകാപരമാണ്. സംസ്ഥാനത്തെ മദ്രസകളിലെ എല്ലാ വിദ്യാർത്ഥികളും അധ്യാപകരും ക്ലാസുകൾ ആരംഭിക്കുന്നതിന് മുൻപ് ദേശീയഗാനം ആലപിക്കണം എന്ന് ഉത്തർപ്രദേശ് സർക്കാർ നിർബന്ധമാക്കിയിരുന്നു. അങ്ങനെ എപ്പോഴും ദേശീയതയുടെ പാതയിൽ സഞ്ചരിക്കുന്നവയാണ് യോഗിയുടെ യുപിയിലെ മദ്രസകൾ. 2022 മെയ് 9 ഇത് നടപ്പിലാക്കുന്നതിനുള്ള ഉത്തരവും പാസാക്കിയിരുന്നു. ആ ഉത്തരവനുസരിച്ച് ദേശീയഗാനത്തോടൊപ്പം മുൻപ് ആലപിച്ചിരുന്ന മതപരമായ പ്രാർത്ഥനകളും മദ്രസകൾ തുടർന്നു വന്നതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരിക്കലും ഒരു മതവികാരത്തെയും വ്രണപ്പെടുത്താതെയുള്ള ചില നല്ല നടപടികളാണ് ഇപ്പോഴും യുപി സർക്കാർ എടുത്തിട്ടുള്ളത് എന്ന്. എല്ലാ അംഗീകൃത എയ്ഡഡ് അൺഎയ്ഡഡ് മദ്രസകളിലും ഈ ഉത്തരവ് ബാധകമാണ്. 2017 സ്വാതന്ത്ര്യ ദിനത്തിൽ യുപി മദ്രസ ബോർഡ് എടുത്ത മറ്റൊരു തീരുമാനം ദേശീയ ഗാനവും പതാക ഉയർത്തലും നിർബന്ധമാക്കുക എന്നതായിരുന്നു. ഇപ്പോൾ അദ്ദേഹം പറയുന്നത്, നമുക്ക് വേണ്ടത് ഒരിക്കലും മുല്ലമാരും മൗലാനമാരും മാത്രമല്ല, വിദ്യാഭ്യാസമുള്ള നല്ല എഞ്ചിനീയർമാരും ഡോക്ടർമാരും, അങ്ങനെ സമൂഹത്തിന് ആവശ്യമുള്ള കൂടുതൽ ആൾക്കാരെ, നല്ല വിദ്യാഭ്യാസം ചെയ്ത ആൾക്കാരെ, അവരെയാണ് ആവശ്യം എന്നാണ് അദ്ദേഹം പറയുന്നത്. ശരിക്കും മുല്ലമാരെയോ മൗലവിമാരെയോ മോശപ്പെടുത്തി അല്ല പറയുന്നത്, പക്ഷേ അവരിലും നല്ല വിദ്യാഭ്യാസമുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ഈ മുല്ല മൗലവി എന്നുള്ള ആ ഒരു രീതിയിൽ ഒതുങ്ങാതെയുള്ള നല്ല വിദ്യാഭ്യാസം ആർജിച്ച നല്ല ആൾക്കാരെയാണ് ആവശ്യം എന്നതാണ് അദ്ദേഹം തന്റെ ഈ പ്രസ്താവനയിലൂടെ സൂചിപ്പിക്കുന്നത്. ഒപ്പം സമാജ്വാദി പാർട്ടിയുടെ മാനസികാവസ്ഥ ഇടുങ്ങിയതാണ് എന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പരാമർശിച്ചു. നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തിലാണ് അദ്ദേഹം അഖിലേഷിന്റെ പാർട്ടിക്കെതിരെ ഇത്തരത്തിൽ തുറന്നടിച്ചത്. ന്യൂനപക്ഷ വിഭാഗത്തിലെ കുട്ടികളെ പരമ്പരാഗത മദ്രസകളിൽ മാത്രം ഒതുക്കാൻ ഒരിക്കലും BJP സർക്കാർ ആഗ്രഹിക്കുന്നില്ല എന്നും അവരെ മുല്ലമാരാക്കുന്നതിന് പകരം ഡോക്ടർമാരും എഞ്ചിനീയർമാരും ശാസ്ത്രജ്ഞന്മാരും സാഹിത്യകാരന്മാരും ആകാനുള്ള അവസരങ്ങൾ നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. വിദ്യാഭ്യാസത്തിന്റെ ആധുനികവൽക്കരണത്തോടെ മാത്രമേ സമൂഹത്തിന്റെ വികസനം സാധ്യമാകൂ എന്ന മുൻ രാഷ്ട്രപതി APJ അബ്ദുൾ കലാമിന്റെ ഉദാഹരണം ഉദ്ധരിച്ച് അദ്ദേഹം തുടർന്ന് പറയുകയായിരുന്നു. സ്കൂളുകളിൽ സൗജന്യ വിദ്യാഭ്യാസത്തിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു വരുന്നുണ്ട് എന്ന് പറഞ്ഞ യോഗി അവ ആധുനികവൽക്കരിക്കപ്പെട്ടിരിക്കുന്നതായും ചൂണ്ടിക്കാട്ടി. ഇതിനായി ഇരട്ട എഞ്ചിന് സർക്കാർ പണം നൽകുന്നുണ്ട് എങ്കിലും മതഭ്രാന്തിന്റെ സംസ്കാരം അതിന് ഒരിക്കലും അവിടെ പ്രവർത്തിക്കില്ല എന്നും യോഗി വ്യക്തമാക്കി. ഒരു വിവേചനവുമില്ലാതെ ആധുനികവും ഗുണനിലവാരമുള്ളതുമായ വിദ്യാഭ്യാസം നൽകാൻ ഇരട്ട എഞ്ചിൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. എല്ലാ കുട്ടികൾക്കും ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നൽകുന്നതിന് സർക്കാർ ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി യോഗി പറഞ്ഞു. അതുവഴി അവർ മതപരമായ വിദ്യാഭ്യാസത്തിൽ മാത്രം ഒതുങ്ങിപ്പോകാതെ ആധുനിക വിദ്യാഭ്യാസം നേടുകയും സമൂഹത്തിന് ഉപയോഗപ്രദമായ പൗരന്മാരായി മാറുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഓരോ കുട്ടിയും സ്വന്തം കഴിവിന്റെ അടിസ്ഥാനത്തിൽ മുന്നേറുകയും രാജ്യത്തിന്റെ വികസനത്തിന് സംഭാവന നൽകുകയും ചെയ്യുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം. കുട്ടികൾ ദൈവത്തിന്റെ ഏറ്റവും മികച്ച സൃഷ്ടികളാണ്. നിങ്ങൾക്ക് മികച്ച വിദ്യാഭ്യാസം, നല്ല വിദ്യാഭ്യാസം, വിവേചനമില്ലാതെ ആധുനിക വിദ്യാഭ്യാസം ഇവ ലഭിക്കും. ഈ ദിശയിൽ സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനായി എല്ലാ സൗകര്യങ്ങളും ഒരുക്കും. പക്ഷേ മതപരമായ വിദ്യാഭ്യാസം മാത്രം ആഗ്രഹിക്കുന്നവർക്ക് അവിടെ പോകാം. അവിടെ ഒരു നല്ല സാഹിത്യകാരൻ, ഒരു നല്ല ശാസ്ത്രജ്ഞൻ, നല്ല ഗണിത ശാസ്ത്രജ്ഞൻ, നല്ല അധ്യാപകൻ, നല്ല എഞ്ചിനീയർ എന്നിവരാകാൻ ഒരാൾക്ക് ആധുനിക വിദ്യാഭ്യാസവും നേരിടേണ്ടി വരും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന യുവാക്കൾക്ക് പ്രയോജനപ്പെടുന്ന തരത്തിൽ വിദ്യാർത്ഥികൾക്ക് സൗജന്യ പരിശീലനം നൽകുമെന്നും യോഗി പറഞ്ഞു. നമുക്കറിയാം, ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശമാണ് വിദ്യാഭ്യാസം. അവിടെ മതവിദ്യാഭ്യാസം പെടില്ല. മദ്രസകൾ നൽകുന്നത് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസമല്ല, കുട്ടികളെ പൊതുവിദ്യാഭ്യാസത്തിൽ നിന്ന് ഒഴിവാക്കുന്നു. അതൊക്കെ അവരെ സാരമായി ബാധിക്കുന്നുണ്ട്. പഠനത്തിൽ മികവ് കാണിക്കാനോ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനോ കാര്യങ്ങൾ നല്ല രീതിയിൽ ഗ്രഹിക്കാനോ മദ്രസ വിദ്യാഭ്യാസം സഹായിക്കുന്നില്ല. കുട്ടികളുടെ അവകാശങ്ങൾ സാക്ഷാത്കരിക്കുന്നതിലും മദ്രസ ബോർഡുകൾ വെല്ലുവിളികൾ ഉയർത്തുന്നു. ഈ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് യോഗി ആദിത്യനാഥ് ഇത്തരത്തിൽ മൗലാനമാരോ മുല്ലമാരോ മാത്രമല്ല നമുക്ക് ആവശ്യം, അവരോടൊപ്പം അല്ലെങ്കിൽ വിദ്യാഭ്യാസം സിദ്ധിച്ച ആൾക്കാരെയാണ് നമുക്ക് ആവശ്യം. ഔപചാരിക വിദ്യാഭ്യാസവും കൂടി മദ്രസ വിദ്യാഭ്യാസത്തിനോടൊപ്പം മദ്രസ വിദ്യാഭ്യാസത്തിൽ ഒതുങ്ങാതെ കുട്ടികൾ സ്വീകരിക്കണം എന്ന തന്റെ കണിശമായ നിലപാട് ഒന്നുകൂടി വ്യക്തമാക്കിയിരിക്കുകയാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ന്യൂസ് ഡെസ്ക് കമാൻഡ്സ്.